സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൽ നിന്നും ഇന്ന് പങ്കുവയ്ക്കുന്ന വിഷയം വിവാഹ ജീവിതത്തെക്കുറിച്ചാണ്. എന്താണ് വിവാഹ ജീവിതം എന്ന് ഈശോ വളരെ ലളിതമായി ഈ അധ്യായത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോയും ശിഷ്യന്മാരും ഒരു സിനഗോഗിൽ കയറുന്നു. അവിടെ കയറി ഈശോ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഈശോ ഒരു ചുരുളെടുത്ത് നിവർത്തി വായിക്കാൻ തുടങ്ങുന്നു. അതാണ് ഇന്നത്തെ അധ്യായത്തിൻ്റെ പശ്ചാത്തലം. അപ്പം ഈശോയ്ക്ക് വായിക്കാൻ കിട്ടിയ അധ്യായത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഇനി ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. ചർച്ചയിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത യുവാവിനെക്കുറിച്ചുള്ള ഭാഗമായിരുന്നു അത്. അവളെ മുൻപ് വിവാഹം ചെയ്ത പുരുഷന്മാരൊക്കെയും ആദ്യ രാത്രിയിൽ തന്നെ മരിച്ചു പോയിരുന്നു. എന്നാൽ യുവാവായ തോബിയാസ് അവൻ്റെ നവവധുവായ സാറായോടൊപ്പം പിതാവിനോട് പ്രാർത്ഥിച്ചു. അവരുടെ വിവാഹം ദൈവത്തിന് ഒരു സ്നേഹ സമ്മാനമായി നിവേദിച്ചു. സാറായെ മുമ്പ് വിവാഹം ചെയ്തിരുന്ന പുരുഷന്മാരെ പോലെ തോബിയാസ് ആദ്യ രാവിൽ മരിച്ചില്ല. പിന്നെയോ അവരുടെ വിവാഹബന്ധം ദൈവത്തിന് ഒരു ആനന്ദമായി തീർന്നു. ഇത്രയുമാണ് ഈശോ പഴയ നിയമത്തിൽ നിന്ന് വായിച്ചത്. പഴയ നിയമത്തിലെ തോബിയാസിൻ്റെയും സാറായുടെയും ആ ഭാഗമാണ് ഈശോ എടുത്ത് വായിച്ചത്. അതിനുശേഷം ഈശോ ഇത് വിശദീകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി ഈശോ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈശോ പറയുവാണ്, വിവാഹം ദൈവസ്നേഹത്തിൻ്റെ ദാനമാണ്. അതായത് വിവാഹം എന്നത് ദൈവസ്നേഹത്തിൻ്റെ ദാനമാണ്. നിങ്ങളുടെ വിവാഹം ദൈവത്തിന് നിവേദിക്കുകയും അവിടുത്തെ സ്നേഹത്താൽ വിവാഹ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ഈ ദാനത്തെയും അതിലുള്ള നിങ്ങളുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ പോന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും മറികടക്കാനാകും. അതായത് നമ്മളുടെ വിവാഹ ജീവിതം ദൈവത്തിന് നമ്മൾ സമർപ്പിക്കണം. എന്നിട്ട് നമ്മളത് സ്നേഹത്തിൽ നിർത്തുകയും സ്നേഹത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മളുടെ വിവാഹ ജീവിതത്തെ തകർക്കാൻ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും നമ്മൾക്ക് മറികടക്കാനാകുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഈശോയുടെ ഈ വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വിവരണം കേട്ടിട്ട് ഒരാൾ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഒരുവനെ അവൻ്റെ ഭാര്യ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരാൾ ചോദിക്കുവാണ്, ഒരുവനെ അവൻ്റെ ഭാര്യ സ്നേഹിക്കുന്നില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ ഈശോ അതിന് പറയുന്ന മറുപടിയാണ് ഇത്: വിവാഹത്തിലെ ആദ്യ സ്നേഹം മരിക്കാൻ ഇടയാക്കരുത്. പലപ്പോഴും സ്നേഹം മറന്ന് ക്രമാനുസരണമായി നീങ്ങുന്ന ഒരു നടപടിയായ ജീവിതം ചുരുങ്ങുന്നു. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. പല വിവാഹങ്ങളിലും ആദ്യമൊക്കെ സ്നേഹമുണ്ടായിരിക്കും. ക്രമേണ നിറം മങ്ങി സ്നേഹം നശിക്കാൻ അനുവദിക്കപ്പെടുകയാണ്. അതായത് ഇവിടെ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് നാളുകൾ ഈ പുതുമോടി അല്ലെങ്കിൽ ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയുന്ന സമയത്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഒന്ന് സ്നേഹിക്കുന്നത് തന്നെ. അത് കഴിയുമ്പോൾ പിന്നെ ആ സ്നേഹം അങ്ങ് തണുക്കും. പിന്നെ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് അങ്ങ് ജീവിതം മാറുക. അതിവിടെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും സ്നേഹം മറന്ന് ക്രമാനുസരണമായി നീങ്ങുന്ന ഒരു നടപടിയായി ജീവിതം ചുരുങ്ങുന്നു. അതിൻ്റെ കാരണവും ഈശോ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വായിക്കാം. കുടുംബ സംരക്ഷണാർത്ഥം ഭാര്യമാർ കഠിനമായി വേല ചെയ്യേണ്ടതുണ്ടെന്ന് ശഠിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ട് ഈ പുരുഷന്മാർ തന്നെ ഭാര്യമാരെ അവഗണിച്ച് കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുകയും വീഞ്ഞിനും മറ്റുമായി പണം വിനിയോഗിക്കുകയും ചെയ്യുന്നു. വീട്ടുകാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കണമെന്നും അതിൽ വീഴ്ച വന്നാൽ ഭാര്യ തന്നെ അത് ശരിപ്പെടുത്തണമെന്നും പ്രതീക്ഷിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ആൾ എന്ന വിചാരത്തിൽ നിന്ന് ഇതര വ്യക്തിയെ തൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാനുള്ള സേവകനായി കരുതുന്നു. അതായത് രണ്ടുപേരിൽ ഒരാൾ മെച്ചപ്പെട്ട ആളാണെന്നുള്ള വിചാരത്തിൽ കൂടെയുള്ള പങ്കാളിയെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ക്രമേണ ഒരാൾ മറ്റേയാളിന് ഭാരമാകുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നികത്താനും കുടുംബജോലികൾ ചെയ്യാനുമുള്ള ഒരാളായി മാത്രം ഒരു പങ്കാളി ചുരുങ്ങുന്നു. ഈ ആളിൻ്റെ മനോവികാരങ്ങളെ തീരെ മാനിക്കാതെ പലപ്പോഴും കടമകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുന്നു. ജീവിത പങ്കാളിയെ തനിക്ക് തുല്യം കാണാതെ തന്നെ പ്രധാനിയാക്കുന്നതിൽ നിന്ന് ആണ് എല്ലാത്തിൻ്റെയും ആരംഭം. അതായത് ഈശോ പറയുവാണ്,
ഭാര്യയും ഭർത്താവും പരസ്പരം തുല്യരായി കാണണം. ഈ പരസ്പരം തുല്യരായി കാണാത്തിടത്തു നിന്നാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് സ്നേഹം തകർക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സ്വാർത്ഥത എവിടെയുണ്ടോ അവിടെ സ്നേഹം മരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ഈശോ പറയുന്ന കാര്യങ്ങൾ. വിവാഹ ജീവിതത്തിലെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സ്നേഹം കുറഞ്ഞ് ഇല്ലാതാകുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയായിട്ടാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇവിടെ പറയാൻ പോകുന്നത് വിവാഹ ജീവിതം എന്നുള്ളത് എങ്ങനെയായിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഒരു വിവാഹം ആശീർവദിക്കപ്പെടുമ്പോൾ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്നാണ് ഇനിയുള്ള ഭാഗത്ത് പറയാൻ പോകുന്നത്. വിവാഹം സൃഷ്ടിച്ചത് സൃഷ്ടിയുടെ കർത്താവാണെന്നും അവിടുത്തെ സ്നേഹത്തിൽ ഈ സൃഷ്ടിയെ പോഷിപ്പിക്കുമ്പോൾ അത് വളരുമെന്നും ദൈവത്തിലുള്ള വിവാഹത്തെ ഒരു പിശാചിനും തകർക്കാനാകില്ലെന്നും വിവാഹം എന്നാൽ അത് ദൈവത്തിലുള്ളതായിരിക്കണമെന്നും ഉള്ളതായിട്ടാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതായത് വിവാഹം സൃഷ്ടിച്ചത് സൃഷ്ടിയുടെ കർത്താവാണെന്ന് പറയുന്നു. പിന്നെ പറയുകയാണ് അവിടുത്തെ സ്നേഹത്തിൽ, അതായത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഈ സ്നേഹത്തെ പരിപോഷിപ്പിക്കണം. അപ്പോഴാണ് അത് വളരുകയും അനുഭവവേദ്യവുമാവുകയും ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഭർത്താക്കന്മാർ തങ്ങളുടെ കടമകൾ വളരെ കൃത്യമായി നിർവഹിക്കുമ്പോഴും പല അകൽച്ചയും സ്നേഹക്കുറവും ഒക്കെ കുടുംബങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഈശോ പറഞ്ഞു വെക്കുന്നത് ഭർത്താവിൻ്റെ കടമ അല്ലെങ്കിൽ ഭാര്യയുടെ കടമ അത് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഭർത്താവും ഭാര്യയും തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കണമെന്നുള്ളതാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഒരിക്കലും നമുക്ക് അനുഭവവേദ്യമാകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ അവസാനമായി പറഞ്ഞു വെക്കുന്നത് ഇതാണ്: വിവാഹത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം സ്നേഹമെന്നാണ്. അപ്പോൾ അത് കൈമോശം വരാതെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതോടൊപ്പം സ്നേഹം പങ്കുവയ്ക്കുകയും സ്നേഹത്തിൽ വിവാഹജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം.